ഹായ്. പൊന്മാൻ വെറും പൊന്മാനല്ല, പ്രതീക്ഷയുടെ പൊന്മാൻ. അങ്ങനെയാണ് ഇന്ന് റിലീസായിട്ടുള്ള ബേസിൽ ജോസഫ് ചിത്രം പൊന്മാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എനിക്ക് പറയുന്നത്. പ്രതീക്ഷയുടെ പൊന്മാൻ. കാരണം ഇത്രയും സംതൃപ്തിയോടുകൂടി ഒരുപക്ഷെ ഈ അടുത്തൊന്നും ഞാൻ തിയേറ്റർ വിട്ട് ഇറങ്ങിയിട്ടില്ല. അത്ര സംതൃപ്തിയോടെ, അത്ര സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. കാരണം പ്രമേയം വൈസ്, ഇവര് പറയുന്ന മെസ്സേജ്, ഇവര് എടുത്തിരിക്കുന്ന ഒരു കണ്ടന്റ് വൈസ് ഒരുപക്ഷെ ഈ അടുത്തൊന്നും ഇത്ര നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ശരിയാണ്, ഒരുപാട് മാസമായിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് ഭയങ്കര വൻപൻ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇത് ഇത് ഇന്നത്തെ സമൂഹത്തിനോട് പറയേണ്ട സിനിമയാണ്, പറയേണ്ട കഥയാണ്. അത് എത്ര മനോഹരമായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയും. ശരിക്കും അത്ര ഗംഭീരമായുള്ള ഒരു സിനിമ. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി എന്നാണ് പറയാനുള്ളത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ സ്റ്റൈൽ ഉണ്ടല്ലോ, വലിയ മാസീവായിട്ടുള്ള വലിയ സ്കെയിലിൽ വരുന്ന ഭയങ്കര വയലൻസ് പറയുന്ന ഇങ്ങനത്തെ സിനിമകൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ഞാനും അത് എൻജോയ് ചെയ്യാറുണ്ട്. അതിന് ഭയങ്കര ഒരു പ്രേക്ഷക സ്വീകാര്യത ഉണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ എത്രമാത്രം ആളുകൾ പോയി കാണുമെന്ന് എനിക്കറിയില്ല. ഞാനത് പറയാൻ കാരണം, നിങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, അത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഈ ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ, പൊന്മാന് വേണ്ടി ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പ് വലിയ ചലഞ്ച് ആയിരിക്കും ഈ സിനിമയ്ക്ക് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ബേസിൽ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറെ ആളുകൾ കാണുകയാണെങ്കിൽ ഭയങ്കരമായിരിക്കും. ഇതിനൊക്കെ വലിയ മൗത്ത് പബ്ലിസിറ്റി കിട്ടേണ്ട സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. GR ഇന്ദുഗോപൻ കുറെ മുമ്പ് എഴുതിയിട്ടുള്ള 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു ചെറിയ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ആ റൈറ്റിംഗ് എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ നോവൽ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഗൂഗിളിലൊക്കെ അതിന്റെ ത്രെഡും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഒരു പ്രമേയം എന്താണെന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സ്വർണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന 4-5 ചെറുപ്പക്കാർ, അവരെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ മുഴുവൻ കഥയും പോകുന്നത്. പക്ഷെ അത് ഇത്രമാത്രം മനോഹരമായി ഒരു 2-2.5 മണിക്കൂർ നേരം കാണുന്ന പ്രേക്ഷകനെ ത്രൂ ഔട്ട്, തുടക്കം മുതൽ അവസാനം വരെ എൻഗേജ് ചെയ്യിപ്പിച്ച് ഇരിപ്പിക്കുക എന്ന് പറയുന്നതിൽ ഇതിന്റെ ഡയറക്ടറും മറ്റ് ഫുൾ മെമ്പേഴ്സ്, ഇതിന്റെ ക്യാമറ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും, ഞാൻ വെറുതെ പറയില്ല, എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കണമെന്ന് അറിയൂ. തുടക്കം മുതൽ അങ്ങോട്ട് നമ്മൾ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല, തിരിച്ച് നമുക്ക് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. എന്തിനധികം നമ്മൾ വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലില്ല. കാരണം ഓരോ മൊമെന്റും ഇതിന്റെ ഹൈപ്പ് ഇങ്ങനെ ഇവർ കൂട്ടി 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 കൊണ്ടുവരികയാണ്. ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ, ജസ്റ്റ് ഇതിലെ നായിക ഒരു ബസ്സിൽ കയറി പോകുന്ന ഒരു സീനുണ്ട്. മക്കളെ, ആ ബസ്സിൽ കയറി പോകുന്ന സീന് പറഞ്ഞിട്ടുള്ള ഒരു 1 മിനിറ്റ് നേരമൊക്കെ നെഞ്ചിടിപ്പ് ഇങ്ങനെ വന്നിട്ടേ എന്താവും എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ സിനിമ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഒന്ന് ഇതിലെ നായകനായിട്ടുള്ള ബേസിൽ ജോസഫ് തന്നെയാണ്. ഒരുപക്ഷെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടം ഭയങ്കര ഗംഭീര പടമായിരുന്നു. അതിനുശേഷം ഈ പ്രാവിൻകൂട് ഷാപ്പ് വന്നപ്പോൾ പേഴ്സണലി എനിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൽ ആ കഥാപാത്രം ടിപ്പിക്കൽ ഒരു ബേസിൽ ജോസഫ് പരിപാടി ആയ പോലെ എനിക്ക് തോന്നി. അതിൽ പറയുന്ന പല കമന്റുകളും അല്ലെങ്കിൽ കോമഡികളും ഒട്ടും എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ബേസിലിന്റെ അടുത്ത് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ എപ്പോഴും പറയാറില്ലേ, ചില കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇതിന് ഇയാളല്ലാതെ മറ്റൊരാൾ ആരാണെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വേറെ ആൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അത്തരത്തിൽ ഈ ഒരു കഥാപാത്രം ഇതിൽ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറെ തന്റേതാക്കി മാറ്റിയിട്ടുണ്ട് ബേസിൽ ജോസഫ്. ഇതിൽ പുള്ളിക്കാരൻ പറയുന്ന പോലെ ഇങ്ങനെ അടിച്ചിട്ട് അജേഷാണ് എന്ന് പറയുന്നത്. ശരിയാണ്, അജേഷാണ് ഇതിലെ ഒരു മെയിൻ നട്ടൽ എന്ന് പറയുന്നത്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു ക്യാരക്ടറാണ് എൻ്റെ മക്കളെ അംബാൻ. ശ്രദ്ധിക്കേണ്ട അംബാനെ എന്ന് ചോദിച്ചില്ലേ, അംബാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അംബാൻ ശ്രദ്ധിച്ചാണോ കഥ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലൂടെ അറിയാമെന്ന്. വളരെ ശ്രദ്ധിച്ചാണ് അംബാൻ ഈ തിരക്കഥ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ക്യാരക്ടറിന് ഈ പറഞ്ഞ പോലെ അംബാൻ അല്ലാതെ ആരാ നമുക്ക് അറിയില്ല. ആ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആർക്ക് ഉണ്ടല്ലോ, ക്യാരക്ടർ ആർക്ക്, അദ്ദേഹത്തിന്റെ നോട്ടത്തിലൂടെ, അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത കാണിക്കുന്നതിലൂടെ, അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയിലൂടെ എന്താണെന്ന് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യത്തിലുണ്ട് ആ ക്യാരക്ടറിന്റെ വലിപ്പം. ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് അവസാനം നായകന്റെ മുമ്പിൽ ഇതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വലിയൊരു മലയായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ എന്നുള്ളതാണ്. അത് ആ പെർഫോമൻസിലൂടെ തന്നെ ഒരു 80% ആ പെർഫോമൻസിലൂടെ അത് അദ്ദേഹം കൺവേ ചെയ്യുന്നുണ്ട്. ആൻഡ് പ്ലസ് എഴുത്തൂടെ വരുന്ന സമയത്ത് ആ ക്യാരക്ടർ ആർക്ക് അത്രയും വലുതായതുകൊണ്ട് തന്നെ അതും ഭയങ്കര രസമായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ എല്ലാ സിനിമയിലും നമുക്ക് പറയാൻ പറ്റുക. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനത്തെ സിനിമകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പെർഫോമൻസ് വൈസ് നല്ല കാസ്റ്റിംഗ് ആണ്. ഇതിൽ ഇവരുടെ കൂട്ടുകാരായിട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാ ആളുകളും, അതുപോലെ നായിക,
നായികയുടെ അമ്മ, വില്ലന്റെ, അതായത് അമ്പാന്റെ അമ്മ, അമ്പാൻ എന്നുള്ള ആ പേര് പോകുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇവരൊക്കെ ഭയങ്കര കയ്യടി അർഹിക്കുന്ന കഥാപാത്രങ്ങളാണ്. പ്ലസ് പറയേണ്ടത് ഇന്ദുഗോപനെയാണ്. എന്തൊരു എഴുത്താണ്! ഇന്നത്തെ കാലത്ത് ഞാനും നിങ്ങളും അടങ്ങുന്ന, എടുത്തു പറയുകയാണെങ്കിൽ വളർന്നു വരുന്ന തലമുറ നിർബന്ധമായിട്ടും കാണേണ്ട സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പടം ആളുകൾക്ക് എത്തിക്കാൻ പറ്റും, ആ രീതിയിലൊക്കെ എത്തേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങളൊരു മാസീവ് സാധനം പ്രതീക്ഷിച്ച്, വലിയ ആക്ഷൻ പോലത്തെ അല്ലെങ്കിൽ മാസ് സാധനം, ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സാധനം പ്രതീക്ഷിച്ച് പോകരുത്. എന്റർടൈനിങ് ആണ്, നല്ല തമാശയിലൂടെ തന്നെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല ഫ്രണ്ട്ഷിപ്പും ആ ബോണ്ടും അല്ലാതെ റിലേഷൻസും ഓരോ ബന്ധങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇത് മുന്നോട്ട് വെക്കുന്ന ആ ഒരു മെസ്സേജ്, അത് ഇറ്റ്സ് ടു പ്രീഷ്യസ് എന്നാണ് ഞാൻ പറയുന്നത്. അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. കാരണം എത്ര കുടുംബങ്ങളാണ്, എത്ര ബന്ധങ്ങളാണ്, എത്ര ജീവിതങ്ങളാണ് ഇല്ലാതായി പോയിട്ടുള്ളത് ഈ ഒറ്റ കാര്യം കൊണ്ട്. ഈ സ്വർണം എന്ന് പറയുന്ന ഒരു സാധനമാണ്, അത് നമ്മുടെ മുമ്പിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് തരണം. ഇതുപോലുള്ള സിനിമകൾ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ തുറന്ന് ആർത്തലച്ച് പറയണം ഇത് മതിയാക്കാൻ സമയമായി എന്നുള്ളത്. ഇപ്പോ ഏറെക്കുറെ ആളുകളൊക്കെ അതിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു സാധനത്തോടുള്ള ആർത്തിയും ആക്രാന്തവും ഇപ്പോഴും മുന്നോട്ട് ഒരുപാട് ആളുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു സിനിമയായിട്ടാണ് ഈ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയൊരു ത്രെഡാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രമേയമാണ്, അതിനെ വളരെ എൻഗേജിങ് ആക്കി, വളരെ എന്താ പറയാ, അത്ര നല്ല ഗൂസ് ബംസ് ഉള്ള മൊമെന്റ്സ് പോലും ഒരുപാട് പേര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവസാനത്തിലേക്ക് നമുക്ക് എന്താ പറയാ, വയറ് നിറഞ്ഞു കഴിഞ്ഞൊരു ഏൽപ്പക്കം വിടൂല നമ്മള്, അപ്പൊ കിടന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത്തരത്തിൽ ഒരു വലിയ ഒരു മനസ്സ് നിറഞ്ഞ ഏമ്പക്കം വിട്ടിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. വീണ്ടും പറയാണ്, ഇതൊരു വൻ പടം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയി കാണരുത്. നല്ല സിനിമയാണ്, ഇത് കാണേണ്ട സിനിമയാണ്, വിജയിക്കേണ്ട സിനിമയാണ്. നമ്മൾ ഓരോരുത്തരും ഇനി അങ്ങോട്ട് പറയേണ്ട ത്രെഡാണ്, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു.